ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. ഓളിങ്ങനെ റെഡിയാക്കി അവിടേക്ക് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഷാലുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആ ഹെയർ ബാൻഡ് കസിന് വാങ്ങിക്കൊടുത്തതായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലുതുമാണ്. പിന്നെ അവൾക്കത് ഇട്ടിട്ട് എന്തോ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ അത് ഊരിക്കളഞ്ഞു. അപ്പോൾ പരിപാടി നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ തന്നെ ആയിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആദ്യം ആ കളിപ്പാട്ടം ഞാനായിരുന്നു വാങ്ങിക്കൊടുത്തത്. പിന്നെ ഇതാ ഇവക്ക് ഈ ഡോൾ അവിടെ നിന്ന് ആരോ കൊടുത്തതായിരുന്നു. അപ്പം അതിനെ വായിലൊക്കെ ഇട്ടിട്ട് എന്ത് കൊടുത്താലും വായിലേക്കാണല്ലോ. പിന്നെ എന്താ കുറച്ച് സമയം അതിലൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ കീത്തുൻ്റെ കസിൻസാണ്. വീഡിയോസിനൊക്കെ ഇങ്ങനെ ഓരോ പോസൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവളിതാ ഓളെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ടായതായിരുന്നു. പക്ഷെ ഓള് ചിരിച്ചിട്ടൊന്നുമില്ല, എന്തോ കലിപ്പ് ആയിരുന്നു. ചിരിപ്പിക്കാൻ നോക്കിയിട്ട് ഓൾക്ക് കരച്ചിലായിരുന്നു വന്നത്. പിന്നെ ഇതാണ് ശിവൻ. ഇവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ഷിവൂസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മളിതാ ബിരിയാണി കഴിക്കുവാണ്. ഷാലു ആണെങ്കിൽ എന്താ ക്യാമറക്ക് ഫേസ് തരാതെ ഇങ്ങനെ മറച്ചു നിൽക്കുമായിരുന്നു. എനിക്കും ഓക്കും ലെഗ് പീസൊക്കെ കിട്ടി. രണ്ടാൾക്കും ലെഗ് പീസായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞ് ഇവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഇവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഓള് വലിയ മൂഡിലൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നു. പക്ഷെ എന്താ ആ ഒരു ക്ലൈമറ്റ് അത്ര ശരിയില്ലാത്തത് കൊണ്ട് അങ്ങനെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആ ബാക്കിൽ ആ വീട്ടിൽ കല്യാണമായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഗൈസ്, അവൾ പട്ടീനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. വോയിസ് ഓവർ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തന്നെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഷാലു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൻ്റെ അവിടേക്ക് തന്നെ വന്നു. അപ്പോൾ ഇവള് ഇങ്ങനെ ഇപ്പോൾ കുറച്ചിങ്ങനെ അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാലും ഓളങ്ങനെ പോവുമൊന്നുമില്ല. അമ്മ ആരുടെ കയ്യിലുണ്ടെങ്കിലും അമ്മ ഇങ്ങനെ കൈ നീട്ടിയാൽ ഓൾ അപ്പോൾ പോവും. അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഏട്ടൻ്റെ കയ്യിൽ ഓളങ്ങനെ പോകുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏട്ടനിങ്ങനെ വരുന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു. പക്ഷെ ഓള് പോയിട്ടൊന്നുമില്ല. പിന്നെയും ട്രൈ ചെയ്തു. അപ്പോൾ ഓള് മുഖം തിരിച്ചു. ഏട്ടൻ്റെ ഫേസ് ഓളങ്ങനെ നോക്കിയിട്ടുണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ ഓള് പോവുമായിരുന്നു. ഇത് ആദ്യം ഒക്കെ ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലാണെങ്കിൽ എന്താ കുട്ടനായിരുന്നു വീഡിയോ എടുത്തു തന്നത്, ഈ വീഡിയോ. അപ്പോൾ ഓൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവളിതാ കാക്കേനെയാണ് നോക്കുന്നുള്ളത്. പിന്നെ ഓൾ ഉറങ്ങി. രാവിലെ അങ്ങനെ നേരെ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇതാ ഉറക്കം എഴുന്നേറ്റത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ എന്തോ ഇങ്ങനെ അന്തം വിട്ട പോലെ നോക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ ഫീഡൊക്കെ ചെയ്തപ്പാട് ഫുഡൊക്കെ കൊടുത്തപ്പാട് ആൾ സെറ്റായി. നമ്മൾ വെറുതെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു, ഇളയപ്പൻ്റെ അങ്ങോട്ടൊക്കെ. ഇന്ന് കുറേ സമയം ഉറങ്ങി. അപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. കിയാര പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കണ്ണട്ടനുണ്ടായിരുന്നു അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അവരിവളെ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് അവരെ വീട്ടിലേക്ക് പോകുന്നുള്ളതാണ്. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ കണ്ണട്ടനാണെങ്കിൽ എന്താ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർ 3 ആൺകുട്ടികൾ മാത്രമാണ്, പെൺകുട്ടികളില്ല. അപ്പോൾ ഇവളെ പെണ്ണായതുകൊണ്ടും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവരിങ്ങനെ ഒന്നിച്ച് ഫോട്ടോസൊക്കെ കുറേ എടുത്തു. പിന്നെ ഇവൾക്ക് കീ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആ കീയൊക്കെ കൊടുത്തതായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ നല്ലോണം ഇരുട്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.